أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على الفلاح لا حول ولا لا حول ولا قوة إلا بالله. الله أكبر الله أكبر الله أكبر. لا محمد الوسيلة والفضيلة وبعث مقام إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون
റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംറി വഹ്ലുൽ ഉഖദം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരമെടുത്തുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് ആക്കിപത്ത് നന്നായി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഖബറിൽ നിന്ന് മഅ്സറയിലേക്കുള്ള യാത്ര മഅ്സറയിൽ ചെന്ന് എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. മഅ്സറയിൽ ചെല്ലുമ്പോൾ അർശ് നിലയിട്ട് കൊടുക്കുന്ന കൂട്ടർ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരു വെളിപ്പാടാകലയായ പരിശുദ്ധമായ റമളാൻ മാസം സമാഗതമാകാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും കാലികമായ വിഷയമെന്ന നിലക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്ബോധനമാണ്. ഇന്നു മുതൽ അടുത്തുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ നോമ്പും അതിൻ്റെ ഫളായിലും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളതൊക്കെ പിന്നെ നമുക്ക് നോമ്പിന് ശേഷം ഇൻഷാ അല്ലാഹ് നോക്കാം. നോമ്പ് എന്താണ്? നോമ്പ് എന്തിനാണ്? നോമ്പ് എന്തുകൊണ്ട്? നോമ്പ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ഹിജറ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണ്. മക്കയിലാവുമ്പോൾ നോമ്പില്ല, നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. നമസ്കാരമാണ് നമ്മൾ പലതവണ പറഞ്ഞ നമസ്കാരമാണ് നിർബന്ധമാക്കുന്നത്. അപ്പൊ എന്താണ് ഈ നോമ്പ്? എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് കൂടി അറിയണം. ഇസ്ലാം എന്ന് പറയുന്നത് പഞ്ചസ്തംഭങ്ങളാലാണ്. ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുക, തഖ്വ, തൗഹീദ്. രണ്ടാമത്താണ് തുഖീമു സ്വലാത്ത, അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം നിലനിർത്തലാണ്. അത് നമുക്കറിയാം. വതൂതു സക്കാത്ത, സക്കാത്ത് കൊടുക്കലാണ്. വതസൂമ റമദാന, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹജ്ജൽ, ഹജ്ജ് ചെയ്യലാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ എല്ലാ സത്യവിശ്വാസിക്കും നിർബന്ധമാണ്. ഒന്ന് തൗഹീദ് തന്നെ, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ. അതിന് പണക്കാരനെന്നോ സമ്പന്നനെന്നോ ആരോഗ്യം ഇല്ലാത്തതൊന്നും വ്യത്യാസമില്ല. രണ്ടാമത്തെ തുഖീമു സ്വലാത്ത, നമസ്കരിക്കുക. മൂന്നാമത്തത് സക്കാത്താണ്, അതെല്ലാവർക്കും ബാധകമല്ല. ഹജ്ജും എല്ലാവർക്കും ബാധകമല്ല, കഴിവുള്ളവർക്ക് മാത്രമുള്ളൂ. പിന്നെ ഉള്ളത് തസൂമ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കലാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ 6 കാര്യങ്ങൾ വിശ്വസിക്കുകയും 5 അവന്റെ ജീവിതത്തിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പെട്ടതാണ്. ഈമാൻ കാര്യത്തിൽ ഒന്ന് അല്ലാഹു വിശ്വസിക്കലാണ്. അതിന്റെ മറ്റൊരു ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ നോമ്പ് യാ അയ്യുഹല്ലദീന ആമനൂ, ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 183-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഒതുക്കി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് പറയും. യാ അയ്യുഹന്നാസ് അല്ല, ഖുർആനിൽ 2 പ്രയോഗം, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു പറയാണ്, ഖുർആനിൽ പറഞ്ഞ നിർബന്ധമാക്കിയെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കലും നമ്മുടെ ബാധ്യതയാണ്. ചെയ്യണമെന്ന് ഫർളാക്കപ്പെട്ട ഒരു കാര്യം ചെയ്യലും നമ്മുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, കുത്തിബ എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമാക്കിയിരിക്കുന്ന അലസിയാം, നോമ്പ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ ആണ്. നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്, നമസ്കാരവും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെയാണ് നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ, അഥവാ തഖ്വ ഉള്ളവരാവാൻ. ഏത് ചെയ്യുന്നത് അള്ളാഹുവിനെ അടുക്കുവാനും അള്ളാഹുവിന്റെ പ്രീതിക്കും വേണ്ടിയായിരിക്കണം, തഖ്വ ഉള്ളവരാവാൻ വേണ്ടിയായിരിക്കണം.
അപ്പോ നമസ്കാരം എന്തിനു വേണ്ടി? അക്കിമിസ്സലാത്തല്ലി സിക്ർ, അക്കിമിസ്സലാത്ത, നിങ്ങൾ നമസ്കാരം എന്നെ ഓർക്കാൻ വേണ്ടി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഒരു നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഹജ്ജും അങ്ങനെ തന്നെയാണ്, കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ. അതുപോലെ നമസ്കാരം അതുപോലെയല്ല, 5 നേരത്തെ നമസ്കാരം എന്തിനു വേണ്ടി നിർബന്ധമാക്കി? അഖിമിസ് സ്വലാത്തല്ലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്. ഒരു നേരത്തെ നമസ്കാരം കഴിഞ്ഞു, അങ്ങനെ ആ നമസ്കാരം കഴിഞ്ഞ് മഷ്ഗൂലാവുന്നു, ദുനിയാവിനോടിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, പലരും പലതും പ്രവർത്തിക്കുന്നു, അപ്പോഴേക്ക് കേട്ടു അഹ്യാൽ സ്വലാത്ത് അഹ്യാൽ ഫലാ, വീണ്ടും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ വരികയാണ്, നമസ്കരിക്കുന്നു. അങ്ങനെ 5 നേരത്തെ നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മമായി മാറുന്നു. എന്നാൽ സക്കാത്ത് ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഹജ്ജ് എങ്ങനെ അല്ല, നോമ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നോമ്പ്. ആഹാരപാനീയങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കണം. കുത്തിബ അലൈക്കും സിയാം, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയെന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ എന്ന് പോലത്തെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം എന്താണ്, എല്ലാവർക്കും കഴിഞ്ഞുപോയ എല്ലാ വിഭാഗങ്ങൾക്കും നോമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. ഈസാ നബി മറിയം ബീവിയുടെയൊക്കെ ചരിത്രത്തിൽ പറയും, ഇനി നദർത്തുൽ റഹ്മാനി സൗമൻ പല നുക്കല്ലിമൽ യൗമ ഇൻസിയ, മൗനവ്രതമായിരുന്നു എല്ലാ പ്രവാചകനും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൗറാത്തിന് വേണ്ടിയിട്ട് തൂരിസിനാ മൂസാ നബി നോമ്പ് അനുഷ്ഠിച്ചു. അതിനെ സ്മരിച്ചുകൊണ്ട് ജൂതന്മാർ എന്ത് ചെയ്യുന്നു? ഇന്നും അവർക്ക് അത്തരത്തിലുള്ള ഒരു നോമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ കൂട്ടത്തിലും ക്രൈസ്തവ കൂട്ടത്തിലൊക്കെ യോഗികളൊക്കെ ധ്യാനിച്ചിരുന്നതൊക്കെ അതൊക്കെ വ്രതം അനുഷ്ഠിച്ചിട്ടായിരുന്നു എന്ന് ചരിത്രത്തിലൊക്കെ ചരിത്ര ഗ്രന്ഥകന്മാരങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അല്ലത്തെ അത് ആ നോമ്പിലൊക്കെ എന്തുണ്ട്, വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു, പലർക്കും പല രൂപങ്ങളിലായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല, നമ്മുടെ നോമ്പിന് ചില ഷർത്തുകളും ഫർദുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നോമ്പ് ഒരു മാസമാണ് നോൽക്കേണ്ടത്. റമദാൻ 1 മുതൽ ശവ്വാൽ മാസപ്പിറവി കാണുന്നത് വരെ നോമ്പ് നോൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലൈക്കും ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളവരാകാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയത്. ഞാൻ പറഞ്ഞു ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. നമ്മളെ 10 മാസവും അള്ളാഹുവിൻ്റെ നമ്മൾ ഇഷ്ടാനുസരണം പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു മാസം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? നീക്കി വെക്കണം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കേണ്ടതാണ്. ഷഅബാൻ മാസം പിറക്കുന്ന അവസാനത്തിൽ ദീർഘമായ ഒരു പ്രസംഗം നടത്തി. ഖതമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പ്രസംഗിച്ചു. ഫി ആഖിരി യൗമി മിൻ ഷഅബാന, ഷഅബാൻ മാസത്തിന്റെ അവസാനം ഒരു ഖുതുബ നടത്തി. അതിൽ നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ അതിൽ ഊന്നി പറഞ്ഞത് റമദാൻ മാസത്തെ കുറിച്ചായിരുന്നു. ഫഖാല അയ്യുഹന്നാസ്, അവിടെയും വിളിച്ചു അയ്യുഹന്നാസ്, ഈ ജനങ്ങളെ, കത് അതല്ലക്കും ഷഹ്റ, ഇതാ ഒരു ഒരു മഹത്തായ ഒരു മാസം ഇതാ വരാൻ പോകുന്നു. ഈ സഹ്റു മുബാറക് ഫിഹി ലൈലത്തുൻ, അതിൽ നിങ്ങൾ ആ മാസത്തിൽ നിങ്ങൾ എന്ത് വേണം? നോമ്പനുഷ്ഠിക്കണം. അതിൽ ഒരു രാത്രിയുണ്ട്, മറ്റു രാത്രികളെ സംബന്ധിച്ച് 1000 രാത്രിയേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രിയുമുണ്ട്. ഈ മാസം നിങ്ങൾക്ക് വരുന്നത് വലിയതായ തഖ്വയും ഭക്തിയുമുള്ളൊരു മാസമാണ്. അതിൽ നിങ്ങൾ ആ ഒരു മാസം നിങ്ങൾ അള്ളാഹിന് വേണ്ടി നീക്കി വെക്കണം, ഇബാദത്തിന് വേണ്ടി മാത്രം നീക്കി വെക്കണം. ഇതാ ദഹല റഹ്മാൻ, ഇതാ ദഹല റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ നമുക്ക് വേണ്ടി അല്ലാഹു തആല തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഉല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഉഫിദത്ത് ഷയാത്തീൻ, പിശാചുക്കളൊക്കെ ചങ്ങല കിട്ടു എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചലനങ്ങളും സ്വർഗത്തിലേക്ക് അടുക്കേണ്ടതായിരിക്കണം. ഒരു മാസക്കാലത്തോളം അത് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഒരു സുന്നത്ത് നിങ്ങൾ ചെയ്താൽ ഒരു ഫർദിനെ കൂലി നിങ്ങൾക്ക് ലഭിക്കും.
ഒരു ഫർദ് ചെയ്താൽ നിങ്ങൾക്ക് 70 ഫർദിന്റെ കൂലി കിട്ടും. നിങ്ങളുടെ നാവുകളും മറ്റുള്ള അവയവങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഖുർആൻ പാരായണം നിങ്ങൾ പതിവാക്കണം. അതുപോലെ തന്നെ മറ്റ് ദിക്റുകളും ദുആകളൊക്കെ നിങ്ങൾ പതിവാക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാക്കി സ്വർഗത്തിലെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. അത് അന്ന് തുറക്കപ്പെടുകയാണ്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക. മറ്റുള്ള എല്ലാ കവാടങ്ങളും അടച്ചാൽ, മറ്റുള്ള അടക്കപ്പെട്ടാലും നോമ്പുകാർ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് ദീർഘമായ ഒരു പ്രസംഗമാണ് കേട്ടോ. അതിന്റെ ചുരുക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റമദാൻ മാസം ഇതാ ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് തണലിടുന്നു, നമ്മളിലേക്ക് ആഗമനം നമ്മൾക്ക് വരുന്നു. അപ്പോൾ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് ഇന്നു മുതൽ തന്നെ തയ്യാറാണ്. 2 കുത്തുബ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ആ റമദാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കണം. ആ റമദാൻ മാസം വരുമ്പോൾ തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ച് എന്താണ്, സന്തോഷത്തിന്റെ നാളുകളായിരിക്കും. നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് റമദാൻ മാസത്തിന്റെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ കേട്ടത്? വഖദ് അഹ്ലു റമദാൻ, റമദാൻ ഇതാ ഹിലാൽ ആഗമനം വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. സഹാബത്തെ, റമദാൻ ഇതാ വരാൻ പോവുകയാണ്. ആ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. റമദാൻ മാസം നമ്മൾക്ക് ഇതാ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലൗ യഅലമുൽ ഇബാദു, എൻ്റെ അടിമകൾ റമദാൻ മാസത്തിന്റെ ഫളായിൽ ശ്രേഷ്ഠതകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഫി റമദാന ലതമന്നത്ത് ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നത് അൻ യകൂന റമദാനു സനത കുല്ലഹ, എല്ലാ മാസവും എല്ലാ വർഷവും 12 മാസത്തിൽ ഒരു മാസമല്ലേ നമ്മൾ നോമ്പ് തീർക്കുന്നുള്ളൂ. ആ റമദാന്റെ പുണ്യം ഫളായിൽ നിങ്ങൾ മുഴുവനും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും എല്ലാ വർഷം മുഴുവനും നോമ്പായിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു. മഹാനായ പറയാണ്, لقد أضلك شهر الصوم بعدهما ولا تسيره أيضا شهر عصياني واتل القرآن وسبح فيه مجتهدا فإنه شهر تسبيح وقرآن. ഏ മനുഷ്യ, റജബിൽ പാവങ്ങൾ ചെയ്യുന്ന റജബ് മാസം വന്നു, ശഅബാനും വന്നു. ഇതൊക്കെ അന്റെ ഇഷ്ടാനുസരണം നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ റജബിലും ഷഅബാനിലും ഒക്കെ ഇത്തരത്തിലും ശക്തമായ നമ്മുടെ ഉപദേശം കേട്ടിട്ടും റമദാൻ റജബിലും ഷഅബാനിലൊക്കെ നീ പകൽ സമയങ്ങളിലൊക്കെ എന്തൊക്കെയോ ചെയ്തു പോയില്ലേ? അതുകൊണ്ട് ഇനി തങ്ങൾ പറഞ്ഞു മുബാറക്കുൻ, ഒരു തണലിടാൻ പോവാണ്, തണുപ്പ് ഏകാണ്, നല്ല ഒരു മാസം ഇതാ വരാൻ പോകുന്നു. അതൊക്കെ കവി പറയുന്നത് മഹത്തായ മുബാറക്കായ അനുഗ്രഹീതമായ ഒരു മാസമാണ് വന്നിരിക്കുന്നത്. 2 മാസവും നീ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഐലം വഖദ് അലല്ലക വലാ തുസയ്യിറു ഐലം സൗറുഷ് ഇസ്യാനി, 2 മാസങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന മാസത്തെ നീ അത്തരത്തിലാക്കാതെ ഇനി അതിന് തയ്യാറാവണം. ഈ ഒരു മാസം അതിനു വേണ്ടി മാത്രം തയ്യാറണം. വലാ തുസയ്യിറു, നീ ഒരിക്കലും ആക്കരുത് കേട്ടോ എന്ന് ഐലം ഇസ്യാനി. ഇസ്യാൻ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ ചെയ്യുന്ന, ധിക്കരിക്കുന്ന, പാപങ്ങൾ ചെയ്യുന്ന ഒരു മാസമാക്കരുത്. വത്തുൽ ഖുർആൻ, നീ ഖുർആൻ ഓതണം കേട്ടോ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് നമുക്ക് പഠിക്കാൻ പോകുള്ളൂ. ഖുർആൻ റമദാൻ മാസം ഏതെങ്കിലും ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചാൽ പോരാ. റമദാൻ മാസത്തിൽ അത് എന്തുകൊണ്ടാണ് റമദാൻ മാസം അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വൽ ബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് പരിശുദ്ധവും പരിപാവനവുമായ മഹത്തായ ഖുർആനിന്റെ ആഗമനം. അതുകൊണ്ട് ആ മാസത്തിൽ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചുകൊണ്ട് പകൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുക. അത് മാത്രമല്ല ഖുർആൻ മാത്രം ഓതിയാൽ പോരാ, വളരെ വിഷമിച്ചും ബുദ്ധിമുട്ടിയിട്ടും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും നോമ്പ് അനുഷ്ഠിക്കണം. ഇപ്പോഴത്തെ നോമ്പ് വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. മുഴുവനും അല്ലാഹു തആല നോൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അടിവരയിട്ട് പറയുന്നു, ഒരില്ലാതെ ഒരാൾ ഒരു നോമ്പ് വിട്ടുകളഞ്ഞാൽ ഒരു കാരണമില്ലാതെ നിങ്ങൾ ഈ മാസത്തിൽ ആരെങ്കിലും ആജറുള്ള ആളായ
ആവാതിരിക്കുക, യാത്രക്കാരനാവാതിരിക്കുക. രോഗികൾക്കും യാത്രക്കാരനും ഫലിസുമു, പിന്നെ നോറ്റ് വിട്ടിയാൽ മതി. മറ്റുള്ളവർക്ക് കടപ്പ് രോഗികൾക്കുള്ള മസ്തല നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതല്ലാതെ ഒരു കാരണവുമില്ലാതെ ആരോഗ്യവാനായിക്കൊണ്ട് നാട്ടിൽ ഉണ്ടാവുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു നോമ്പ് നമ്മൾ നോൽക്കാതിരുന്നാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റാലും ആ പാവം തീരുകയില്ല. അതുമാത്രമല്ല, അത്തരക്കാരെ കുറിച്ച് ഹദീസിൽ വന്നത് എങ്ങനെയാണ്? നോമ്പ് നോൽക്കാത്തവൻ, എല്ലാ കഴിവുമുണ്ടായി നോമ്പ് നോൽക്കാത്തവൻ കമുദിമിൽ ഹംറി, കള്ളുകുടിയനെ പോലെയാണ്. കസാനി, വ്യഭിചരിക്കുന്നവനെ പോലെയാണ്. നാളെ അവന് അവരിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, മാസയിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമം തോന്നും. റസൂലുള്ളാഹി അങ്ങ് ആൾ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ അതിൽ ഇടപെടരുതേ, അവർ നോമ്പിനെയാണ് ധിക്കരിച്ചത്, നോമ്പ് ധിക്കരിച്ചവർക്കുള്ള ശിക്ഷ കൂടിയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു തആല കബറിൽ നിന്ന് തന്നെ നമുക്ക് ആ ശിക്ഷ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കാരണമില്ലാതെ ആരെങ്കിലും ഒരു നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ ഒരു ആയുസ് മുഴുവനും ആ നോമ്പ് നോറ്റാലും അതിന്റെ കടം വീടുകയില്ല. പ്രവാചകൻ സഹാബികളൊക്കെ നോമ്പ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഗൗരവത്തോടു കൂടി അവർ ചെയ്തിരുന്നു. ഒരു സഹാബി മുഹമ്മദ് അല്ലാഹു പറയുകയാണ് കുടുംബത്തിനോട്, ഖൂമു ഫലഅല്ലക്കും ലാ തദ്റകു ബഅദ അഹദിക്കും മാദാ, അടുത്ത വർഷം മക്കളെ, വാപ്പ വിളിച്ച് പറയാം, മക്കളെ എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും നോമ്പ് നോക്കാൻ തയ്യാറാവുക. നമ്മുടെ പുണ്യമായ റമദാൻ മാസം ഇതാ വന്നിരിക്കുന്നു, നമ്മുടെ പാവങ്ങൾ മുഴുവൻ അല്ലാഹു തആല പുറത്തു തരും, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അല്ലാഹു ഉത്തരം നൽകും. നമ്മൾ നോമ്പുകാരൻ നോമ്പൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു തആല ലാ തറുദ്ദു, ഒരിക്കലും മടക്കുകയില്ല. പാപമോചനം തേടിയാൽ അത് അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ട് അടുത്ത വർഷം ആരാണ് ജീവിച്ചിരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുക, നോമ്പ് നോൽക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം, തയ്യാറാവണമെന്ന് മക്കളെ വിളിച്ച് ഉപദേശിക്കുക ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോമ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാരണത്താലും നമ്മൾ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലെ മിംബറിൽ കയറിക്കൊണ്ട് ഇരിക്കുമ്പോൾ 3 സ്റ്റെപ്പ് ചവിട്ടി ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. മറ്റുള്ളതൊന്നും സഹാബികൾ കേട്ടില്ല. നബി ആമീൻ പറയുന്നതാണ് കേട്ടത്. അവരൊക്കെ ഇങ്ങനെ ജാഗ്രത പുലർത്തി. എല്ലാ കുത്തുവൊക്കെ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സഹാബികൾ ചോദിച്ചു, നബിയെ അങ്ങ് മിംബറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ ആമീൻ എന്ന് പറഞ്ഞല്ലോ, എന്താണ്? ഞങ്ങൾ അവർക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഒന്നാമത് ഞാൻ ആമീൻ പറഞ്ഞത്, പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസം എത്തിയിട്ട് ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കാതെ, അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാതെ, നോമ്പനുഷ്ഠിക്കാതെ, അപ്പോൾ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാതെ ആരെങ്കിലും മരിച്ചാൽ, അല്ലെങ്കിൽ അന്ന് ആ കാലത്ത് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായാലും അവന്റെ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ മേൽ ഇനി ഉണ്ടാവരുതേ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ട നബിയെ ഉണ്ടാവരുതേ. നോമ്പ് റമദാൻ മാസം വന്നിട്ട് ഹാജറുണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് എല്ലാം കൊണ്ടും ഉണ്ടായിട്ട് നോമ്പ് നോൽക്കാതിരുന്ന ആ മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, കൃപയുടെ നോട്ടം, സ്നേഹത്തിന്റെ നോട്ടം അവന്റെ മേൽ ഉണ്ടാവാതിരിക്കട്ടെ. ഫഖുൽ ആമീൻ, നബിയെ നിങ്ങൾ ആമീൻ പറയുക. ഫഖുൽതു ആമീൻ, അപ്പോഴാണ് അവർ ആമീൻ പറഞ്ഞത്. ദുആ ചെയ്തത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്. ആമീൻ പറഞ്ഞതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉത്തരം തീർച്ചയാണ്. അപ്പൊ നോമ്പ് റമദാൻ മാസത്തിൽ നമ്മൾ ഹാജറുണ്ടായിട്ട്, നമ്മൾ സദസ്സിൽ ഇവിടെ നാട്ടിലുണ്ടായിട്ട് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് പകൽ സമയത്ത് ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ച് നടന്നാൽ അതിന്റെ ഗൗരവം അത്രമാത്രമാണ്. അതാണ് ഫുത്തിയത്തെ അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടം നമ്മെ കൊണ്ട് തുറക്കാൻ പോവുകയാണ്. നമ്മൾ അത്രയും, നമ്മൾ ഓരോ ചലനങ്ങളും അള്ളാഹ് ഇബാദത്തെടുക്കണം, നമ്മൾ സ്വർഗത്തിലേക്കാണ്. ഇബ്ലീസിനെ ചങ്ങല കെട്ടുന്ന പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് റമദാൻ മാസത്തിൽ അവന്റെ അടുത്തേക്ക് ഒരു പിശാചിനെ അടുക്കാൻ കഴിയുകയില്ല. അവനെ തൊട്ട് ഇബ്ലീസ് ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് റമദാൻ നോമ്പ് നോൽക്കാതിരുന്നാൽ ഫഖുൽ ആമീൻ, നിങ്ങൾ ആമീൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. അതാണ്. രണ്ടാമത്തെ എന്താണ്? പറയുമ്പോൾ 3 കേൾപ്പിച്ചു തരാം. രണ്ടാമത്തതും മൂന്നാമത്തതും എന്താണ്? രണ്ടാമത്തേത് പറഞ്ഞത്
വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അവർക്ക് പുണ്യം ചെയ്യാതെ ഇരിക്കുന്നവർക്കും അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതിരിക്കട്ടെ. ആമീൻ പറയൂ. മൂന്നാമത് എൻ്റെ പേര് കേൾക്കുമ്പോൾ സലാം പറയാത്തവർ, എൻ്റെ പേരിന്റെ പേര് സലാം പറയാത്തവർക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പുണ്യം ഇല്ലായിരിക്കട്ടെ. ഇങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സൗമു ലി അന അജ്സഹു ബിഹിന, നോമ്പ് എനിക്ക് ഉള്ളതാണ്. മറ്റുള്ള അമലുകളൊക്കെ ആദമിന്റെ മക്കൾക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്. എന്ന് വെച്ചാൽ എന്റെ നോമ്പിന് ഒരു റിയാവും അതിലുണ്ടാവുകയില്ല, ഒരു ലോകമാനതയും നോമ്പിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം. എനിക്ക് നോമ്പുണ്ടോ എന്നും നിങ്ങൾക്ക് നോമ്പുണ്ടോ എന്നും അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മറ്റുള്ള എല്ലാ അമലുകളും മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. ഒരാളെ കൂടെ യാത്ര ചെയ്യുകയോ ഒരാളെ കൂടെ ജീവിക്കുകയോ ചെയ്യുമ്പോൾ ഒരുത്തരം സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും, നമസ്കരിക്കുന്നുണ്ടോ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നോമ്പുണ്ടോ എന്നല്ല, ഈ നോമ്പ് ആർക്കും അള്ളാഹുവിന് മാത്രമല്ലാതെ വേറെ ആർക്കും തന്നെ പറയാൻ കഴിയുകയില്ല, അറിയാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞത് ഖുദ്സിയ ഹദീസാണ് കേട്ടോ. അസ്സൗമു ലി, നോമ്പ് എനിക്കുള്ളതാണ്. അന അജ്സഹു ബിഹി, ഞാനാണ് ആ നോമ്പിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് ആ നോമ്പ്. ലിസായിമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമാണുള്ളത്. ഫർഹത്തും മിൻദൽ ഫിത്ർ, ഫർഹത്തും മിൻദൽ ഇഖാഇ റബ്ബി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പുകാർക്ക് 2 സന്തോഷമാണ് ഉള്ളതെന്ന്. 2 സന്തോഷം. അങ്ങനത്തെ ഒരു അമലിനെ കുറിച്ച് അല്ലാഹു തആല ഇത്രയൊക്കെ അമൽ ചെയ്തിട്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നോമ്പ് നോൽക്കുന്നതിന് 2 സന്തോഷമുണ്ട്. ഒന്ന്, നോമ്പ് മുറിക്കുന്ന സമയത്ത്. നോമ്പുകാരനാണ് നോമ്പ് മുറിക്കുള്ളൂ, അവനെ ആ സന്തോഷമുള്ളൂ. പകലന്തിയോളവും പട്ടിണി കിടന്ന് വരണ്ട ചുണ്ടും വാടിയ മുഖവുമായിട്ട് നടക്കുമ്പോൾ, ആ പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോൾ, ആ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഉള്ളൊരു സന്തോഷം എത്രമാത്രമായിരിക്കും. അത് നോമ്പുകാർക്കുള്ളൊരു അനുഭൂതി മാത്രമാണ് കേട്ടോ. അത് ലിസായിമി ഫർഹത്താൻ, 2 സന്തോഷം. ഫർഹത്തും ഇൻദൽ ഫിത്ർ, നോമ്പ് മുറിക്കുന്ന സമയത്ത്. മറ്റൊന്നാണ് ഫർഹത്തും ഇൻദൽ ലിഖാഇ റബ്ബിഹി, അള്ളാഹുവിനെ കാണുന്ന സമയത്ത്. യുഖാലു റയ്യാൻ, സ്വർഗം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്ന സമയത്ത് ആ സ്വർഗക്കാരൻ, ആ നോമ്പുകാരൻ എന്തുണ്ടാവും? ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടാവും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം അബ്ദുല്ലാഹി ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു നല്ല ഒരു അടിമയായിരുന്നു. നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തെ ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് കസ്തൂരിയുടെ മണം ഖബറിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങിയത്. ഖബറടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഖബറടക്കിയതിനു ശേഷം അദ്ദേഹത്തിന് അടുത്ത ഒരു കുട്ടിക്ക് ഒരു സ്വപ്നധാരണം ഉണ്ടായി. എന്താണ് അങ്ങനെ ഉണ്ടാകുന്ന കാരണം? ഞാൻ എന്തായിരുന്നു? തിലാവത്തി ഖുർആൻ വഅൽമഹ, ദാഹത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും മാസമായിരുന്നു അന്ന്. അത് ഞാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി. എന്ന് വെച്ചാൽ വിഷമുള്ള ചൂട് കാലത്തും കഠിനമായ ചൂടുള്ള സമയത്തൊക്കെ നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്ത ആ മനുഷ്യന്റെ കവറിൽ നിന്ന് തന്നെ എന്തുണ്ടായിരുന്നു? കസ്തൂരി അടിച്ചു വീശുന്നത് പോലെയുള്ള സുഗന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ 2 സന്തോഷം, ഒന്ന് നോമ്പ് മുറിക്കുമ്പോൾ, മറ്റൊന്ന് മത്സരം ചെല്ലുമ്പോൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴല്ലോ. ഒരു സഹായി പറയുന്നു, അബൂദർദ എന്ന് പറയുന്നു, ഖബറിലെ ഇരുട്ടിൽ നിന്ന് പറയുന്നു, ഖബറിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ എന്താണ് വേണ്ടത്? നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക. ഫർദിന് പുറമേയാണ് കേട്ടോ. തഹജ്ജുദ് നമസ്കരിച്ചാൽ നിങ്ങളുടെ ഖബറിൽ അല്ലാഹു തആല പ്രകാശിപ്പിക്കും. ഖിയാമുൽ ലൈൽ. അതുപോലെ തന്നെ പരലോകത്തെ നിന്ന് ചൂടിനും വിഷമത്തിൽ നിന്നും ദാഹത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഠിനമായ ചൂടൊക്കെ ഉണ്ടാവുമ്പോഴും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹു പ്രയാസങ്ങളും വിഷമങ്ങളും നേടുവാൻ വേണ്ടി എന്ത് വേണം? ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഇവർക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖുള്ള ഒരു സഹാബത്ത് എല്ലാവർക്കും സമയത്ത് ചോദിച്ചു, മൻ അസ്വാമിങ്കുൽ യൗമ സായിമൻ, ഇന്ന് നോമ്പുള്ളവരാരാണ്? റമദാൻ മാസം അല്ല കേട്ടോ. മൻ അസ്വാമിങ്കും സായിമ, ഇന്ന് നോമ്പുള്ളവരാരാണ്? അന യാ റസൂലല്ലാഹ്, എനിക്ക് ഇന്ന് നോമ്പുണ്ടെന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖുള്ളവന്. പിന്നെ ചോദിച്ചു, ആരാണെന്ന് ധർമ്മം ചെയ്ത് ദാനം ഭക്ഷണം കഴിപ്പിച്ചത്, പാരമ്പര്യ ഭക്ഷണം കഴിപ്പിച്ചവൻ ആരാണ്? അന യാ റസൂലല്ലാഹ്, അതും ഞാനാണ്. രോഗികളെ സന്ദർശിച്ചവൻ ആരാണ്? അന യാ റസൂലല്ലാഹ്, അതും ഞാനാണ്. അവൻ തബഅൽ ജനാസ, മയ്യത്തിനൊപ്പം പോയവൻ ആരാണ്? അന യാ റസൂലല്ലാഹ്, അതും ഞാനാണ്. അബൂബക്കർ സിദ്ദീഖുള്ളവന് പറയാണ്, അതും ഞാനാണ്. 4 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാനാണ്. അപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖുള്ളവനോ ആ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും എന്ത് ചെയ്യും? അദ്ദേഹത്തെ പിടിക്കപ്പെടും.
അപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ എനിക്കും അത് കിട്ടുമോ? ഞാൻ അങ്ങനെ ചെയ്താൽ കിട്ടും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായി പോയിട്ടുണ്ടായിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു കവിത എല്ലാവരുണ്ട്, ഞാൻ ചൊല്ലി കേൾപ്പിച്ചു എനിക്കറിയില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീം ഫഹബലി തൗബതൻ ഫഅഫിർ ദുനൂബി ഫഇന്നക ഗാഫിറൻ ദംബൽ അലീമി. നോമ്പുള്ളവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രോഗികളെ സന്ദർശിച്ചതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഭക്ഷണം ദാനം ചെയ്തവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ജനാസ പങ്കെടുത്തവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിൽ ഒന്നാമത്തെ ആള്, സ്വർഗത്തിന്റെ ആള്. ആ അബൂബക്കർ സിദ്ദീഖിനാണ് പാടുന്നത്, ഇലാഹി എന്റെ റബ്ബേ ലസ്തു ഞാനല്ല ലിൽ ഫിർദൗസി അഹ്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒന്നാമത്തെ ഫസ്റ്റ് റാങ്ക് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനാ പാടുന്നത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീം. റബ്ബേ ഞാൻ സ്വർഗ്ഗക്കാരനല്ല, നരകത്തിന്റെ ശക്തി ചൂട് താങ്ങാനുള്ള കഴിവ് എനിക്കില്ല. ഫഹബലി തൗബതൻ ഫഅഫിർ ദുനൂബി ഫഇന്നക ഗാഫിറൻ ദംബൽ അലീമി. ഞാൻ തൗബ ചെയ്യാണ്, എന്റെ തൗബ നീ സ്വീകരിക്കണേ. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനായ റബ്ബേ എന്റെ പാപം പുറത്തു തരണേ. ഞാൻ സ്വർഗ്ഗക്കാരനാകാൻ യോഗ്യനല്ല, നരകത്തിന്റെ ചൂട് സഹിക്കുവാനും എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൗബ ചെയ്യുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം മാതൃക ആദ്യം നമുക്കൊരു പാഠമായിരിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ മേഖലകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉപദേശിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമ്പിന്റെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കുറെ പഠിക്കാനൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ മാസം കണ്ടെന്ന്. അതൊരു വിഷയമല്ല. ഇന്ന് എവിടെ എപ്പോൾ മാസം കണ്ടുപോ തൽസമയത്ത് അതറിയും. അങ്ങനെ നമുക്ക് കഴിഞ്ഞതായിട്ട് റിപ്പോർട്ട് കിട്ടിയാൽ എങ്ങനെ ഒരു മാസം എന്ന് തങ്ങൾ പറഞ്ഞു, അശ്ശഹ്റു ഹാക്കദ, അശ്ശഹ്റു ഹാക്കദ, അശ്ശഹ്റു ഹാക്കദ. അപ്പൊ ഇത്രയും 10, 10, 10, 30. പിന്നെ ഒരിക്കൽ പറഞ്ഞു അശ്ശഹ്റു ഹാക്കദ, അശ്ശഹ്റു ഹാക്കദ, അശ്ശഹ്റു ഹാക്കദ. 21 എണ്ണ നിങ്ങൾ പൂർത്തിയാക്കണം. ഫൈൻ ഉമ്മ അലയിക്കും. ഇനി കാർമേഘങ്ങൾ കൊണ്ടൊക്കെ മാസം കാണാതെ കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് വേണം? എണ്ണം പൂർത്തിയാക്കണം. അതല്ല മാസം കണ്ടാൽ 29 മാസം കണ്ടാൽ നോമ്പൊന്നായി കണക്കാക്കണം. അതിനൊക്കെ നമ്മളെ ഇലാൽ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വിഷയം പറയുള്ളൂ. നോമ്പിന്റെ ഫറല് 2 എണ്ണമാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നോമ്പിന്റെ ഫറല് 2 എണ്ണമാണ്. നിസ്കാരത്തിന് 14 ഫറലൊക്കെ നമുക്ക് പഠിക്കാൻ പോയി എടുത്തിട്ട് അവിടെ എത്തിയില്ല. നമ്മള് നോമ്പിന് 2 ഫറലുണ്ട്. 2 ഫറല്. ഒന്ന് നീയത്താണ്. നീയത്ത് മറക്കരുത്. സുന്നി പള്ളികളിലൊക്കെ അവരതാണ് ഈ തറാവിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലിക്കൊടുക്കും. അങ്ങനെ ഇസ്ലാം തങ്ങളുടെ കാലത്ത് അങ്ങനത്തെ ചടങ്ങ് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്നമല്ല അമാലു പിന്നിയാവാണ്. ഏത് കാര്യങ്ങൾക്കും നീയത്ത് നന്നായെങ്കിൽ എന്തും ചെയ്വടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നീ എന്ത് കാര്യത്തിനും നീയത്ത്. അപ്പോൾ നോമ്പിന് തലേന്ന രാത്രിയാണ് നിയത്ത് ചെയ്യണം. സുന്നത്ത് നോൽമ്പിന് നേരം വെളുത്തിട്ട് നിയത്ത് ചെയ്താലും മതി. പക്ഷെ ഫറദ് സ്വീകരിക്കണമെങ്കിൽ സഹിയാണെങ്കിൽ നമ്മൾ അത്താഴത്തിന് അയണിച്ചിട്ട് ആ സമയത്ത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തലേന്ന രാത്രി തന്നെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ല അത്താഴം കഴിഞ്ഞിട്ടോ നിയത്ത് ചെയ്യണം. നവൈത്ത് സൗമഗദിൻ അദായി ഫർദ് റമദാനി ഹാദിസത്തില്ലാഹി തആല. അള്ളാഹുവിന് വേണ്ടി നാളത്തെ നോമ്പ് ഞാൻ നോൽക്കാൻ നിയത്ത് ചെയ്യുന്നു. മലയാളത്തിൽ നാവുകൊണ്ട് പതുക്കെ ഉച്ചരികൾ സുന്നത്തുമാണ്. ഒന്നാമത്തെ ഫർദാണ്. രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. ഫിഖിന്റെ കിതാബുകളിലൊക്കെ ഫത്തഹുൽ മുഈനും അതുപോലെ മിൻഹാജ് ത്വാലിബിൻ ത്വയ്ഫ എന്ന കിതാബുകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള മസല എങ്ങനെ വെച്ചാൽ കാണപ്പെടുന്ന ദ്വാരങ്ങൾ, മനസ്സിലായില്ലേ? കാണപ്പെടുന്ന ദ്വാരങ്ങളിൽ കൂടി തട്ടാൽ തടയുന്ന വസ്തുക്കൾ അകത്ത് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. കാണപ്പെടുന്ന ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെവിക്കിലൊക്കെ അങ്ങനത്തെ അവസ്ഥയിൽ അകത്ത് എന്തെങ്കിലും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കൽ, അതുപോലത്തെ എല്ലാ കാര്യം, പുകവലി, മുറുക്കൽ, മറ്റേത് തള്ളിൻ്റെ അടിയിൽ വെക്കുന്ന സമയം എന്തുണ്ടോ അതൊക്കെ കൊണ്ടും
നോമ്പ് മുറിയും. സൂചി വെച്ചാലോ? സൂചി വെച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് അത് കാണപ്പെടുന്ന ദ്വാരത്തിലല്ല. ക്ഷീണത്തിന് വേണ്ടി വെക്കാൻ പാടില്ല എന്നാണ്. ക്ഷീണത്തിനായി വെക്കാൻ പാടില്ല. കാണപ്പെടുന്ന ദ്വാരമല്ല. രോഗികളാണ് സൂചി വെക്കുക. രോഗികൾക്ക് പിന്നെ നോമ്പ് നിർബന്ധമല്ല. അങ്ങനെ ചെറിയ രോഗങ്ങൾക്കൊക്കെ അങ്ങനെ സൂചി വെച്ചത് കൊണ്ട് എന്ത് ചെയ്യില്ല, നോമ്പ് മുറിയുകയില്ല. പിന്നെ ഉള്ളത് നാവ് കൊണ്ട് നോമ്പ് മുറിയും. നാവ് കൊണ്ട് നോമ്പ് മുറിയും. ഈബത്ത് പറയുക, നമീമത്ത് പറയുക, നുണ പറയുക, ഇതൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിയും. പറഞ്ഞാൽ മാത്രം പോരാ, കേട്ടാലും നോമ്പ് മുറിയും. കേട്ടാലും നോമ്പ്. അപ്പോ ഈ ഒരു മാസം നാവിനെ നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് പോലെ തന്നെ നമ്മുടെ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടും ഗുഹ്യസ്ഥാനങ്ങളും എല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഉറക്കത്തിൽ അറിയാതെ സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുകയില്ല. കൃത്രിമമായിട്ട് സ്ഖലിപ്പിച്ചാൽ നോമ്പ് മുറിയും. സ്ത്രീകൾക്ക് പകൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, ഇടയ്ക്ക് വെച്ച് ആർത്തവം ഉണ്ടായാൽ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉറക്കത്തിൽ സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയില്ല. കൃത്രിമമായിട്ടാണെങ്കിൽ നോമ്പ് മുറിയും. അറിയാതെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. പരദൂഷണങ്ങൾ ഇവത്തുള്ള അടുത്ത കുത്വ ഇൻഷാല്ലാഹിന്റെ ഗൗരവം പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. 2 ഫർള് ഇത് നിർബന്ധമാണ്. നിങ്ങൾക്ക് സുന്നത്ത്. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടു നിൽക്കുക. നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലൈംഗിക ബന്ധത്തിലാവട്ടെ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാവട്ടെ, എല്ലാ കാര്യത്തിലും വിട്ടു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിനക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ റബ്ബേ. പടച്ചവനെ, മാരക രോഗങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളൊക്കെ വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേ. തമ്പുരാനെ റഹ്മാനായ റബ്ബേ, വരുന്ന റമളാൻ മാസത്തിലെ മുഴുവൻ നോമ്പ് എല്ലാ നോമ്പുകളും ന്യൂനതകളുമില്ലാതെ മുഴുവൻ നോൽമ്പുകളും നോറ്റുവിട്ടുവാൻ ഞങ്ങൾക്ക് ഇനി ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ഇനി കഴിവിൽ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളെ കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് തരണേ തമ്പുരാനെ. കടത്തോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين واهل الكفرة والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه